എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 6ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറേ പേപ്പർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏറെക്കുറെ ഉണ്ടാവും. 75% ഉത്തരങ്ങളും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നല്ലവണ്ണം വായിച്ച് നോക്കുക. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം അതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. गर्मियों में मोर बादलों को पुकारता है. बादलों के बरसने पर मोर खुशी से नाचते हैं. मोर लाल मिर्चियाँ खाता है. बच्चे मोर के पंखों को पसंद करते हैं. അപ്പോൾ മോർ എന്ന് പറഞ്ഞത് അറിയാലോ, മയിലിനെയാണ് പറയുന്നത്. ഗർമിയോ മേ മോർ ബാദലോ കോ പുക്കാർത്താ ഹെ. ബാദലോ കെ ബർസനെ, അപ്പോൾ മഴയാണ് ഗർമി സമയത്ത്. ഗർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ബാദലോങ്കോ പുക്കാർത്തേ ഹെ. ഗർമിയോമേ ബാദലോങ്കോ പുക്കാർത്താ ഹെ. ഗർമി എന്ന് പറഞ്ഞാൽ ചൂടാണ്, മോർ എന്ന് പറഞ്ഞാൽ മയിലാണ്, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമാണ്, പുക്കാർത്തേ ഹെ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുകയാണ്. ബാദലോക്കെ ബറസ്നെ പർ മോർ ഖുഷീസെ നാച്തേ ഹെ. അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്താണ്, മയിൽ ഖുഷീസെ നാച്തേ ഹെ, സന്തോഷത്താൽ ഡാൻസ് കളിക്കുന്നു. മോർ ലാൽ മിർച്ചിയാ ഗാത്താ ഹെ. ലാൽ മിർച്ചി എന്ന് പറഞ്ഞാൽ ചുവന്ന മുളക്. ബച്ചെ മോർക്കെ പങ്കോക്കോ പസന്ത് കർത്തേ ഹെ. കുട്ടികൾക്കെല്ലാം ഈ മയിലിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകൾ, മയിൽപ്പീലി പസന്ത് കർത്തേ ഹെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൻ ബാദലോക്കോ പുക്കാർത്തേ ഹെ. അത് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. ഗർമിയോമേ മോർ ബാദലോക്കോ പുക്കാർത്തേ ഹെ. അപ്പോൾ ആരാണ് ക്ഷണിക്കുന്നത്? മോറാണ്. ഇവിടെ കൗവ തന്നിട്ടുണ്ട്, കോയൽ തന്നിട്ടുണ്ട്, മോറ് തോത്ത. അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് മോറിനെ കുറിച്ചുള്ളൊരു ഗദ്യഭാഗമാണ്. ഓക്കെ, ഇനി അടുത്തത് മോർ ഖുഷി സെ ക്യാ കർത്തേ ഹെ. മോർ ഖുഷി സെ ക്യാ കർത്തേ, സന്തോഷം കൊണ്ട് എന്താ ചെയ്യുന്നത്? നാച്താ ഹെ എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്നു. രോത്താ ഹെ കരയുന്നു. ഘൂംതാ ഹെ ഗാത്താ ഹെ. ശരിയായ ഉത്തരം നാച്താ ഹെ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് നാച്താ ഹെ. ഇനി അടുത്തത് മോർ കബ് ബാദലോങ്കോ പുക്കാർത്തേ ഹെ. എപ്പോഴാണ് ക്ഷണിക്കുന്നത്? സർദിയോമേ, തണുപ്പിലാണോ? വർഷോമേ, മഴക്കാലത്താണോ? ഗർമിയോമേ, ചൂടുകാലത്താണോ? ബസന്തോമേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഉത്തരം നമുക്കറിയാലോ, ഗർമിയോമേ. അപ്പോൾ ഗർമിയോമേ ടിക്ക് ചെയ്യുക. യഹാ മിർച്ചി കാ രംഗ് ക്യാ ബതായാ ഗയാ ഹെ. ഇവിടെ മിർച്ചി അതായത് മുളകിൻ്റെ നിറം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്തല്ലോ, ലാൽ മിർച്ചി. അപ്പോൾ നമുക്ക് ലാൽ ഇവിടെ ഉണ്ടോ നോക്കുക. ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ബच्चे കിസ്കി പങ്കോക്കോ പസന്ത് കർത്തേ ഹെ. കുട്ടികൾക്ക് ആരുടെ ചിറകാണ് ഇഷ്ടം? ആരുടെ? മോർക്കെ. അത് ഫസ്റ്റ് ഓപ്ഷനാണ് ശരി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പാസേജാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ നിങ്ങളിങ്ങനെ വായിച്ച് മനസ്സിലാക്കി 5 മാർക്കും നിങ്ങൾ സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സമാചാർ പഠി ഓർ പ്രശ്നമൊക്കെ ഉത്തറിലേക്ക്. അടുത്തതും ഇങ്ങനെ ഒരു പാസേജാണ്. ഈ പാസേജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരേ പാറ്റേണിലാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ഒരു ചോദ്യമുണ്ട്, പിന്നെ അതേ സംബന്ധിച്ചൊരു ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാസേജ് വായിച്ച് നോക്കാം. बद्रीनाथ उत्तराखंड में आगे सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. हज़ारों तीर्थयात्र बुरी तरह फंस गए थे. അപ്പോൾ നേരത്തെയും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ പാസേജ് തന്നെയാണ് നമ്മൾ ഇൻസാനിയത്ത് ആ ഒരു പാഠഭാഗത്തു നിന്നുള്ള ഒരു പാസേജ് തന്നെയാണ് തന്നത്. അതിലും നമ്മളൊരു പോസ്റ്ററാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, യഹാം പ്രളയക്ക് അർത്ഥക്കോ സൂചിത് കർണേ വാല ശബ്ദ് കോൻസാ ഹെ. ഇവിടെ പ്രളയം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ് എന്നാണ്. ശബ്ദ് എന്ന് പറഞ്ഞാൽ വേർഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആ പാഠത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ സൈലാബ്. സൈലാബ് എന്ന് പറഞ്ഞാൽ
പ്രളയം എന്നാണ് അർത്ഥം. സൈലാബ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. പ്രാകൃതിക് ദുർഘടനമേ മാനവ് കാ ഭി ഹാത്ത് ഹേ, പ്രകൃതി കാ സംരക്ഷൺ അമാര കർത്തവ്യ ഹേ. അപ്പം പ്രകൃതിയിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ചൊക്കെ പങ്ക് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മാനവക്കി ഹാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇടപെടലുകളുണ്ട്. പ്രകൃതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ, പ്രകൃതിയുടെ സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ്. യഹ് സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. ഈ ഒരു പോസ്റ്റർ നിങ്ങൾ നല്ല രീതിയിൽ എഴുതി നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ കളയരുത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രകൃതി സംരക്ഷണൻ്റെ ഒരു മെസ്സേജ് നമ്മൾ എഴുതണം. പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കുക, നല്ലൊരു ഔട്ട്ലൈൻ കൊടുക്കുക, ചില വേർഡുകളൊക്കെ ഒന്ന് കറുപ്പിച്ച് ക്രയോണൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് കറുപ്പിക്കുകയും ഒന്ന് വലുതാക്കുകയും അങ്ങനെയൊക്കെ നല്ല ആകർഷകമായ രീതിയിൽ നിങ്ങൾ പെർഫെക്റ്റായിട്ട് പോസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു മെസ്സേജ് എന്തായാലും ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് പ്രകൃതിക്ക് സംരക്ഷണം കർണ ഹമാര കർത്തവ്യെന്ന് നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ എഴുതാം. വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു പോകുക. അപ്പോൾ മാതൃകയായ ഒരു പോസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലും മനോഹരമാക്കുക, ആരും മിസ്സാക്കരുത്. 4 മാർക്ക് ആരും മിസ്സാക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് കവിതയാണ്. കവിതാംശ പഠേ ഓർ പ്രശ്നങ്ങൾക്ക് ഉത്തർ ലിഖേ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. യഹ് മുർജായ ഹുവ ഫൂൽ ഹെ, ഇത് വാടി തളർന്നൊരു പൂവാണ്. ഇസ്ക ഹൃദയ ദുഃഖാന മതി, ഇതിൻ്റെ ഹൃദയം വേദനിപ്പിക്കരുത്. സ്വയ് ബിഗർനെ വാലെ ഉസ്കെ പങ്കുടിയാൻ ബിഗറാന മത്ത്, സെയിം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ചോദ്യം തന്നെയാണ്. പക്ഷെ ചോദ്യങ്ങൾ വ്യത്യാസമാണ്, അതേ ലൈൻസ് തന്നെയാണ്. കവിതാംശമേ കിസ്ക വർണ്ണം കർത്ത ഹെ, അതും സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇത് എന്തിനെ കുറിച്ചാണ് വർണ്ണം കർത്ത ഹെ? കില ഫൂൽ, മുർച്ചായ ഫൂൽ, താസ ഫൂൽ, പീല ഫൂൽ. അപ്പോൾ നമുക്കറിയാം ഇത് മുർച്ചായ ഫൂലിനെ കുറിച്ചിട്ടുള്ള കവിതയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാം. ഇനി കവിതാംശിക ആശയിലിക, ഇതിൻ്റെ ആശയം എഴുതാനാണ്. ഈ ആശയം എഴുതുന്നതിന് 4 മാർക്കാണ്. അപ്പോൾ ആശയം എഴുതുമ്പോൾ അല്ലെങ്കിൽ ടിപ്പണി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇത് ആരാണ് എഴുതിയെന്ന് എഴുതണം. അപ്പോൾ ഈ മുർജായ ഫൂൽ എന്ന കവിതാഭാഗം രചിച്ചത് സുഭദ്രകുമാരി ചൗഹാനാണ്. അപ്പോൾ അവരുടെ പേരെഴുതുക, എന്നിട്ട് വേണം നിങ്ങൾ ഈ ആശയം എഴുതാൻ. ഓക്കെ, നമുക്കൊരു മോഡൽ നോക്കാം. അപ്പോൾ നമുക്ക് ആശയം നോക്കാം. മുർജായ ഫുൽ ഹിന്ദി का मशहूर कवयित्री ശ്രീമതി സുഭദ്രകുമാരി ചൗഹാൻ की കവിത है. അപ്പോൾ നമ്മൾ അത് ആദ്യം എഴുതണം. മുർജായ ഫൂൽ ഹിന്ദിക്ക് പ്രസിദ്ധമായ കവയത്രി ശ്രീമതി സുഭദ്രകുമാരി ചൗഹാൻ്റെ കവിതയാണ്. इसमें मुरझाए हुए फूल की हालत बताकर उसके साथ कैसा बर्ताव करना चाहिए इसका वर्णन किया है. അപ്പോൾ ഇതിൽ മുർജായ ഹുയെ ഫൂൽക്ക്, വാടിയ പൂവിൻ്റെ ഹാലത്ത്, അവസ്ഥ കണ്ടിട്ട്, ഹാലത്ത് ബത്താക്കർ ഉസ്കെ സാത്ത്, അവസ്ഥ കണ്ടിട്ട് അതിനോട് എങ്ങനെ പെരുമാറണം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്ന് കവി നമ്മളോട് പറയുകയാണ്. ഇസ്ക വർണ്ണം കിയാ ഹെ. കവയത്രി കഹത്തെ ഹെ കി യഹ് മുർജായ ഹുവ ഫൂൽ ഹെ, കവയത്രി പറയുകയാണ് ഇത് വാടിയ പൂവാണ്. ഇസ്ക ഹൃദയ മത്ത് ദുഃഖാന, ഇത് എൻ്റെ ഹൃദയം വേദനിപ്പിക്കരുത്. ഇസ്കി പങ്കുടിയാൻ സ്വയം ബിഗർനെ വാലി ഹെ, ഇതിൻ്റെ ചിറകുകൾ സ്വയം ചിതറിപ്പോകും. ഉന്നെ ഓർ ബിഗർന നഹി ചാഹിയെ. ഓക്കെ, ഇത്രയും എഴുതിയാൽ മതി. ഇത് മസ്റ്റാണ്. ഫസ്റ്റ് നിങ്ങൾ മുർജായ ഫൂലിൻ്റെ ഇത് എഴുതുമ്പോൾ ആദ്യം സുഭദ്രകുമാരി ചൗഹാനാണ് ഈ കവിത എഴുതിയത് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. നന്ന ഉല്ലു എന്ന പാഠഭാഗത്തിലെ ആണ്. നമുക്ക് നോക്കാം. അഗലി രാത് നന്ന ഉല്ലുനെ അപ്നെ അമ്മ से पूछे समुद्र कितना गहरा है? बहुत गहरा. अम्मा बोली कितना गहरा? नन्ना उल्लू ने पूछा. आगे अम्मा आसमान की ओर देखने लगी. लगभग उतना ही गहरा है जितना ऊंचा आसमान है. अम्मा बोली. नन्ना उल्लू ऊपर देखने लगा. वह पूरी रात पेड़ पर बैठा रहा.
അപ്പോൾ ഈ ഒരു പാസേജ് നമുക്കറിയാം. നന്ന ഉല്ലു ചോദിക്കുകയാണ് സമുദ്ര ഗിത്തിന ഖഹര ഹെ, എത്ര ആഴത്തിലുള്ളതെന്ന്. അപ്പോൾ അമ്മ പറയാണ് ബഹുത്ത് ഗര. അപ്പോൾ പിന്നെയും ചോദിക്കുകയാണ് കിത്തിന ഗഹര, ഗിത്തിന എത്രത്തോളം ആഴമുണ്ടെന്ന്. അപ്പോൾ നന്ന ഉല്ലു ചോദിച്ചപ്പോൾ അമ്മ ആകാശത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ലഘുബഗ് ഉത്തിന ഹി ഗഹര ഹെ ജിത്തിന ഊഞ്ച ആസ്മാൻ ഹെ, എത്ര ആസ്മാൻ എത്ര ആകാശം എത്ര ഉയരത്തിലാണോ അത്രയും ആഴത്തിലുള്ളതാണ് സമുദ്രം എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞിട്ട് വഹ് പൂരി രാത്ത് പേട് പർ ബൈഠ രഹ, മുഴുവൻ സമയം എവിടെ ഇരുന്നു? പേട് പർ ബൈഠ രഹ, മരത്തിലിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ് നന്ന ഉല്ലു പൂരി രാത്ത് കഹാം ബൈഠ, എവിടെയായിരുന്നു ഇരുന്നത്? അവിടെ ഇരുന്നത് ഇവിടെ തന്നെയുണ്ട്. പൂരി രാത്ത് പേട് പർ ബൈഠ. അപ്പോൾ പേട് പർന്ന് എഴുതുക, പേട് പർ ബൈഠ. ഇനി ഒരു കോൺവെർസേഷനാണ്, സെയിം കോൺവെർസേഷനാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് മനസ്സിലായല്ലോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന് വന്നത്. വാർത്താലാപ് തയ്യാർ കരെ, അമ്മ ഉല്ലു ഓർ നന്ന ഉല്ലു കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരെ. അപ്പോൾ വാർത്താലാപ് തയ്യാർ കരുന്നതിനും നിങ്ങൾ ഒരു വിഷമോ വേണ്ട, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. അമ്മ നന്ന ഉല്ലു വെച്ചിട്ട് എഴുതിയാൽ മതി. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എഴുതിയതാണ്, അത് തന്നെ നോക്കാം. അമ്മ ഉല്ലു ഹാ പൂച്ചോ, സെയിം ക്വസ്റ്റ്യൻ ആണ്. അമ്മ ഏക്ക് ബാത്ത് പൂച്ചോ ഹാ പൂച്ചോ. ഓക്കെ, അമ്മ ഉല്ലു ഹാ പൂച്ചോ. നന്ന ഉല്ലു അമ്മ സമുദ്ര കിത്തിന ഗഹരാ ഹെ, അമ്മ സമുദ്രം എത്ര ആഴത്തിലുള്ളതാണ്. അപ്പോൾ അമ്മ ഉല്ലു പറയും ബൗസി കുറേ. അപ്പോൾ നന്ന ഉല്ലു ചോദിക്കും കിത്തിന ഗഹരാ ഹെ, എത്ര ആഴത്തിലുണ്ട്. അപ്പോൾ അമ്മ ഉല്ലു പറയും ലഗ്ഭഗ് ഉത്തിന ഹി ഗഹരാ ഹെ ജിത്തിന ഊഞ്ച ആസ്മാൻ ഹെ, ആകാശം എത്ര ഉയരത്തിലാണ് അത്രയും ആഴത്തിലുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, കുറച്ച് വ്യത്യാസമുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എഴുതുക. പിന്നെ ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. ദോബായി കഹാനി കാ യഹ് അംശ പഠേ ഓരോ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ ദോബായി എന്ന പാഠഭാഗത്തിൽ കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ചോട്ടെ ബായി ഗാന ഗാനെ പർ ചലാ ഗയ, ചെറിയ സഹോദരൻ ഗാന ഗാനെ ഘർ ചലാ ഗയ, ഭക്ഷണം കഴിക്കാനായി വീട്ടിൽ പോയി. ബഡേ ബായ് സോച്ചിനയിലേക്ക്, അപ്പോൾ മൂത്ത സഹോദരൻ ചിന്തിക്കാൻ തുടങ്ങി, ആലോചിക്കാൻ തുടങ്ങി. മേരോത്തോ പരിവാർ ഹെ, എനിക്ക് കുടുംബമുണ്ട്. ബച്ചെ ഹെ, കുട്ടികളുണ്ട്. വേ മേര ധ്യാൻ രഖ് സക്തേ ഹെ, അവർ എന്നെ നോക്കിക്കോളും. ലേക്കിൻ ചോട്ടാ ബായി അഖേല ഹെ, പക്ഷേ ചെറിയ സഹോദരൻ ഒറ്റയ്ക്കാണ്. അഖേല എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. ഉസേ ദേഖനെ വാല കോയി നെഹി ഹെ, അവനെ നോക്കാൻ ആരുമില്ല. ഉസേ ജ്യാദ ഗേഹു കി ജരൂർ, അവന് കുറച്ചുകൂടി ഗോതമ്പിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു പാസേജ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോട്ടാ ബായ് ക്യോ ഘർ ചലാ ഗയ, എന്തിനാണ് വീട്ടിലേക്ക് പോയത്? അത് അങ്ങനെ തന്നെ ഉണ്ട്. ചോട്ടാ ബായ് ഗാന ഖാനെ കെ ഗാനെ ഘർ ചലാ ഗയ, ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോയത്. ഓക്കെ, രണ്ടാമത്തേത് സംഘാതക സഹായത്തെ ബഡേബായി വിചാരിക്ക് ഡയറി രൂപ്. അപ്പോൾ ഡയറി എഴുതാനാണ്, സിമ്പിളാണ്. നിങ്ങളിതൊന്ന് ഓർഡറിൽ എഴുതിയാൽ മതി. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മേരാ തോ പരിവാർ ഹെ പർ ചോട്ടാ ബായ് ഹഗേല ഹെ, എനിക്ക് കുടുംബമുണ്ട് പക്ഷേ ചെറിയ സഹോദരൻ ഒറ്റയ്ക്കാണ്. മേനെ ഗേഹു കി കോയി ടോക്കരി ഉസ്കോ കൈ ടോക്കരി ഉസ്കോ ദേദി, ഞാൻ അവനിക്കും കൂടി കൊടുക്കണം. മേനെ ഗേഹു കി കൈ ടോക്കരി ഉസ്കോ ദേദി. പിന്നെ ആജ് മേനെ ചോട്ടെ ബായ് കെ സാത്ത് ഗേഹു കി ഫസൽ കാട്ടി. അടുത്തത് ഉസ്സേ ഹി ജ്യാദ ഗേഹു കി സരൂരത്ത് ഹെ, ആജ് മേര മൻ കിത്തിന ഖുഷ് ഹെ. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് എഴുതണം? ആദ്യം നമ്മുടെ പേരും നമ്മുടെ ഡേറ്റ് എഴുതണം നമ്മൾ. അപ്പം നമ്മൾ എഴുതുക 12th ഡിസംബർ, അങ്ങനെ എഴുതാം. 12th ഡിസംബർ. പിന്നെ ഏതെങ്കിലും ദിവസത്തിൻ്റെ പേര്, ഇപ്പം സോമവാറിനോ മംഗൾവാറിനോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള അത് എഴുതുക, ദിവസത്തിൻ്റെ പേര്. അപ്പം 12th ഡിസംബർ സോമവാർ. പിന്നെ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഇതാണ്, ആജ് മേര കിത്തിന ഖുഷ് ഹെ. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഫസ്റ്റ് എന്താ എഴുതാം? നമ്മൾ ആജ് മേര മൻ കിത്തിന ഖുഷ് എന്ന്, എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷം, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. പിന്നെ രണ്ടാമത്തേതായിട്ട് ഇത് ആജ് മേനെ ചോട്ടെ ബായ് കെ സാത്ത് ഗേഹു കി ഫസൽ കാട്ടി. പിന്നെ മൂന്നാമത് എന്ത് എഴുതാം? മൂന്നാമത്തേത് എഴുതാം മേരെ തോ പരിവാർ ഹെ പർ ചോട്ടാ ബായ് അകേല ഹെ.
പിന്നെ നാലാമതായിട്ട് എഴുതാം उसे भी ज़्यादा गेहूं की ആവശ്യം, അവനാണ് കൂടുതൽ ഗേഹുവിൻ്റെ ആവശ്യം. പിന്നെ അഞ്ചാമത്തേത് ഞാൻ അവനക്ക് കൂടുതൽ നൽകി, മേ ഗേഹു കി കൈ ടോക്കരി ഉസ്കോ ദേദി. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഡേറ്റ് എഴുതുക, ഡിസംബർ 12 ഡിസംബർ, പിന്നെ ഏതെങ്കിലും ദിവസത്തിൻ്റെ പേര് എഴുതുക, സോമവാർ, എന്നിട്ട് എഴുതാൻ തുടങ്ങുക. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവിത പഠേ और प्रश्नों को उत्तर दें. मुर्गी माँ घर से निकली, बस्ता ले बाजार चली, बच्चे बोले छे छे छे, अम्मा हम भी साथ चले. ഓക്കെ, കവിത അമ്മേ. അപ്പോൾ ഇത് നല്ലവണ്ണം വായിക്കുക, എന്നിട്ട് ഇത് സിമ്പിളാണ്, നിങ്ങൾ അങ്ങോട്ട് മാച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, കവിത അമ്മേ മുർഗി മാ ഓർ, പിന്നെ ആരാണ്, മുർഗി മാ ഓർ ഉസ്കി ബച്ചേ ഹെ. അപ്പോൾ മുർഗി മായും ആണ്, കോഴി തള്ളക്കോഴിയും അമ്മ കോഴിയും അതേപോലെ കുട്ടികളും ആണ്. ഇനി മുർഗി, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം, കവിതാമേ മുർഗി മാ ഓർ ബച്ചേ ഹെ. രണ്ടാമത്തെ മുർഗി മാ ബാസാർ ജാനേക്കോ ഗർസെ നിക്കലി. എവിടെയാണ് പോയത്, ബാസാറാണ് പോയത്. ഇനി മുർഗി മാ ബസ്താ ലേക്കർ, ഇവിടെ ഉണ്ട് ബസ്താ ലേക്കർ ബാസാർ ചലി. അപ്പം ബസ്താ ലേക്കർ ബാസാർ ചലി. ബച്ചേ പോലെ, ബച്ചേ എന്താ പറഞ്ഞാൽ ഹംബി സാത്ത് ചലി, അത് ദക്കി ഹംബി സാത്ത് ചലി. വളരെ സിമ്പിളാണ്, 4 മാർക്ക് കിട്ടും. ഇനി കവിതാക്കലി ഉചിത് ശീർഷക്, ഇതിൻ്റെ ശീർഷകം നമുക്ക് ഇതിൽ നിന്ന് തന്നെ സംഘടിപ്പിക്കാം. എങ്ങനെ സംഘടിപ്പിക്കാം, ഇവിടെ നോക്കൂ, മുർഗി മാ ഓർ ബച്ചേ, ഇത് മാത്രം എഴുതിയാൽ മതി. ഇതാ മുർഗി, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ അവിടെ ഉണ്ട്. മുർഗി മാ അമ്മ കോഴിയും, ഓർ ബച്ചേ, ബച്ചേൻ്റെ സ്പെല്ലിങ് ഇതാ ഇവിടെ ഉണ്ട്, ബച്ചേ. ഇത് നമുക്ക് ടൈറ്റിലായിട്ട് കൊടുക്കുക. ഇങ്ങനെ എഴുതി നമുക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, ഇതിന് 4 മാർക്കും, ശീർഷക ടൈറ്റിൽ കൊടുത്താൽ 1 മാർക്കും. ഒക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. വാർത്താലാപ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ വന്നത് തന്നെയാണ്. പിന്നെ ഡയറിയാണ്, ഡയറി എഴുതാനും നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷേ ഡേറ്റ് നമ്മൾ എഴുതണം. ഓക്കെ, അത് പഠിച്ചു പോയാൽ മതി. പിന്നെ വേറെ എന്താണ്, വേറെ ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. ഇതിന് കവിതയൊക്കെ ആശയിലേക്ക് അത് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആശയം നോക്കാം. മുർജായ ഫുൽ ഹിന്ദി കാ